കൂട്ടുകാരെ നമസ്കാരം. ന്യൂയോർക്കിലെ ഫിഫ്ത്ത് അവന്യൂ, ഹോങ്കോങ്ങിലെ കോസ്വേ ബേ തുടങ്ങിയ സ്ഥലങ്ങളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവയുടെയെല്ലാം പ്രത്യേകത അവ ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ തെരുവുകളാണെന്നതാണ്. ചെലവ് എന്ന് പറയുമ്പോൾ അവിടെ കെട്ടിടങ്ങളുടെ വാടക അതിഭീമമായ തുകയാണ്. എന്നാൽ 2 ദിവസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ നവംബർ 20 കുഷ്മാൻ ആൻഡ് വേക്ക്ഫീൽഡ് എന്ന് പറയുന്ന ലോകത്തിലെ പ്രമുഖരായ ഒരു പ്രോപ്പർട്ടി കൺസൾട്ടൻസ് അവരുടെ ഗ്ലോബൽ റീറ്റെയിൽ റിപ്പോർട്ട് ഒന്ന് പുറത്തിറക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് പ്രകാരം ന്യൂയോർക്കിലെ ഫിഫ്ത്ത് അവന്യൂവിനെയും ഹോങ്കോങ്ങിലെ കോസ്വേ ബേയെയും എല്ലാം പിന്തള്ളിക്കൊണ്ട് മറ്റൊരു തെരുവ് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ തെരുവ് എന്ന ഇടം നേടി. അത് മിലാനിലെ വയ മോണ്ടെ നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു തെരുവാണ്. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു തെരുവ് കൂടിയാണത്. ആ തെരുവിൽ ഒരു കടമുറി വാടകയ്ക്ക് എടുക്കണമെങ്കിൽ അതിന് ഒരു ചതുരശ്ര മീറ്ററിന് 15,000 യൂറോയോളം ചിലവ് ഒരു വർഷം വരും. അത് അവരുടെ ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോഴെല്ലാം വളരെ ഭീമമായൊരു തുകയാണ്. അതായത് അവിടെ ഏതൊരു കട ഉണ്ടെങ്കിലും അത് ലാഭകരമാകണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു മണിക്കൂറിൽ 1000 യൂറോയുടെ എങ്കിലും റവന്യൂ അവർ നേടണമെന്നതാണ് ഇതിനർത്ഥം. ഈ മോണ്ടെ നെപ്പോളിയൻ എന്ന തെരുവിൻ്റെ പ്രത്യേകത അവിടെ ലോകപ്രശസ്തമായ ലക്ഷറി ബ്രാൻഡുകളുടെ ഒരുവിധപ്പെട്ട എല്ലാവിധ ബ്രാൻഡുകളുടെയും കടകൾ നിരന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഗുച്ചി, ലൂയി വിറ്റൺ, പ്രദ, ദിയോർ, റോളെക്സ്, ഒമേഗ, കാർട്ടിയർ തുടങ്ങി അനേകം കടകളാണ്, അത്യാഡംബരമായ കടകളാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തെരുവുകളിൽ നിരനിരയായി പാർക്ക് ചെയ്തിരിക്കുന്ന ആഡംബര കാറുകളും നിങ്ങൾക്ക് കാണാം. വീക്കെൻഡുകളിലും മറ്റും നിരവധി ആളുകളാണ് ഈ തെരുവ് കാണാൻ വേണ്ടി മാത്രമായി ഇവിടെ വരുന്നത്. ഒപ്പം പർച്ചേസിന് വരുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ ആകട്ടെ ഈ തെരുവിൻ്റെ സൗന്ദര്യം അല്പം കൂടി ഏറിയിരിക്കുകയാണ്. കാരണം ക്രിസ്മസ് അടുത്തുകൊണ്ട് തെരുവിൽ എല്ലാ കടകളുടെ മുൻപിലും നിരവധി അലങ്കാര പണികളെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. തെരുവ് നീളെ വൈദ്യുത വിളക്കുകളും അലങ്കാര വെളിച്ചങ്ങളുമെല്ലാമായി വളരെ മനോഹരമായി വച്ചിരിക്കുന്നു. ഇന്നലെ പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഈ തെരുവിനെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താം, ആ തെരുവിലെ തിരക്കും അതുപോലെ കടകളുടെ വൈവിധ്യവുമെല്ലാം എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തത്. നന്ദി, ബൈ.